Respected Achans, Kochmas, regional and local MMBS office bearers, members, and my dear sisters in Christ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകൈക ഭാഗ്യവതിയും സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും പരിശുദ്ധ തൃത്വത്തിൽ രണ്ടാമനായ പുത്രനാം ദൈവം അവളുടെ മകനായി തീരുകയാൽ ദൈവമാതാവായി തീർന്ന വിശുദ്ധ കന്യകമറിയാമിനെ പറ്റി അല്പസമയം നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് കൂടി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൽ ദൈവം തുറന്ന് നമ്മൾ കേൾക്കുന്ന വചനം കേട്ട് മനസ്സിലാക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ അത് പാകി അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മറിയാമിന് മറ്റു മക്കൾ ഉണ്ടായിരുന്നതായി നമ്മൾ കേൾക്കുന്നു. അവൾ നിത്യ കന്യകയല്ല, അവൾ ദൈവമാതാവല്ല, അവൾ വെറും ഒരു സെർഗേറ്റ് മദർ ആയിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളും ഡിഫേമിങ്, ബീലിറ്റ്ലിങ്, മിനിമൈസിങ്, ഡിസ്റെസ്പെക്റ്റുകളായ ആരോപണങ്ങൾ പലതും നമ്മൾ കേട്ടിരിക്കുന്നു. നമ്മൾ ഇതേക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനും വേദപുസ്തകത്തിൽ കൂടെ നമ്മൾ സഞ്ചരിച്ച് ഇതിന് ആൻസേഴ്സ് ഉണ്ട്. All these defaming things are not true, really not true. അത് നമുക്ക് വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇതിനു മുൻപായിട്ട് നമ്മുടെ വിശുദ്ധ മാമോദീസായുടെ അവസാനത്തിൽ, ശുശ്രൂഷ അവസാനത്തിൽ വൈദികൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയിൽ, കർത്താവേ, നിന്റെ പുത്രസ്വീകാര്യമാകുന്ന ആത്മീയ മാതാവിൽ നിന്ന് നിന്റെ ഏകജാതന് സഹോദരനായി അല്ലെ സഹോദരിയായി നീ പൂർത്തീകരിച്ചിട്ടുള്ള ഈ നിന്റെ ദാസിയെ ജീവദായകമായ നിന്റെ വിവേകശക്തി മൂലം സുവിശേഷപരമായ നടപടികളിലേക്ക് നീ നയിച്ചു കൊള്ളണം. ഇതിൻ പ്രകാരം വിശുദ്ധ മാമോദീസായിൽ കൂടി തൃത്വത്തിൽ രണ്ടാമനായ യേശുവിന്റെ സഹോദരങ്ങളായി നമ്മെ പൂർത്തീകരിച്ചിരിക്കുന്നു. So, God the Father is our Father in heaven, God the Son is our brother, and His Holy Mother, Virgin Mary, is our spiritual mother. ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവിൽ കൂടി കിട്ടിയ ഈ പ്രിവിലേജിനെ വിശുദ്ധ മാമോദീസായിൽ കൂടി ലഭിച്ചവരുണ്ട്, ലഭിക്കാത്തവരുണ്ട്. അതുപോലെ ഈ പ്രിവിലേജിനെ തുച്ഛീകരിക്കുന്നവരും ഉപേക്ഷിക്കുന്നവരും അതിനെതിരായി വേദവിപരീതം പറയുന്നവരും പഠിപ്പിക്കുകയും ചെയ്യുന്നവരും ഉണ്ട്. അവരെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ട്. വിശുദ്ധ കന്യാമറിയാമിനോട് ശത്രുത്വമുള്ളവർ മനുഷ്യരുടെ ഹിസ്റ്ററിയിൽ ഉടനീളം കാണാം. പ്രധാന ശത്രു സാത്താനാണ്. അത് തുടങ്ങിയത് ഏദനിലാണ്. ജെനസിസ് 3:15 പറയും പ്രകാരം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഈ സർപ്പം സാത്താൻ, സ്ത്രീ വിശുദ്ധ കന്യാമറിയാം, സന്തതി ദൈവപുത്രനായ യേശു. ഇത് ഈവല്ല, നമ്മൾ മിസ്റ്റേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം we know that her son crushed the head of his brother. ഈ സർപ്പം വശീകരണത്തിന്റെയും അസത്യത്തിന്റെയും വഞ്ചനയുടെയും ഫാദറാണ്. യേശു പറയുന്നത് ശ്രദ്ധിക്കുക. സെയിന്റ് ജോൺ 8:44. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നില്ല. അവൻ ഫോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഫോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. ഇത് യഹൂദന്മാരോടുള്ള യേശുവിന്റെ ഒരു സംവാദമാണ്. താൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് പറയുന്ന ഭാഗം. അന്നേരം അവര് പറയുന്നു, നീ എവിടെ നിന്ന് വന്നെന്ന് ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം. സോ ജീസസ് ഹാഡ് ദ സെയിം പ്രോബ്ലം ദാറ്റ് വി ആർ ഫേസിങ് ടുഡേ. അസത്യവാദികൾ അന്നുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. പിന്നെ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവൻ താനാവുന്നുവെന്നും പ്രസ്തുത സ്ത്രീ തന്റെ മാതാവായ മറിയാമാവുന്നുവെന്നും തന്റെ പ്രവൃത്തിയുടെ തുടക്കത്തിൽ തന്നെ കർത്താവ് ലോകത്തിന് വെളിപ്പെടുത്തി തരികയാണ്. ഇതേക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന കാനാവിലെ കല്യാണ വിരുന്നിന്റെ സമയത്താണ്. സെയിന്റ് ജോൺ 2:4. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറയുന്ന ആ ഭാഗം. ആ സ്ത്രീ ഏദനിൽ പറയപ്പെടുന്ന ഏദനിലെ ആ സംഭവത്തിൽ പറയപ്പെടുന്ന ആ സ്ത്രീ തന്നെയാണ് എന്ന് വരും. സെയിന്റ് ജോൺ 19:26-27 കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ പരസ്യ ശുശ്രൂഷയുടെ സമാപനത്തിങ്കൽ യേശു തന്റെ അമ്മയും
താൻ സ്നേഹിച്ച ശിഷ്യൻ നിൽക്കുന്ന കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. അതുകൊണ്ട് ഡിസ്റെസ്പെക്റ്റബിളായി ഒരു സാധാരണ സംബോധന അല്ലായിരുന്നു, മറിച്ച് ലോക ഉൽപ്പത്തിയിലെ വാഗ്ദത്ത സന്തതിയായ തന്നെ പ്രസവിച്ച വാഗ്ദത്ത സ്ത്രീയാണ് തന്റെ മാതാവെന്ന് കാട്ടി അവളെ ശ്രേഷ്ഠപ്പെടുത്തുകയായിരുന്നു. ഇതൊരു ക്രോസ് റെഫറൻസ് ആയിട്ട് കർത്താവ് പറയുന്നതാണ്. ഗലാത്യർ 4:4 പറയുന്നത് ശ്രദ്ധിക്കുക. But when the fullness of time had come, God sent forth his son, born of a woman, born under the law, to redeem those who were under the law, that we might receive the adoption as sons. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. കാലത്തികവിൽ ദൈവത്തിന് തന്റെ പുത്രനെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു അമ്മയുടെ ആവശ്യമുണ്ടായിരുന്നു. അത് കന്യകമറിയാമിന്റെ സമർപ്പണത്തിലും വിധേയത്തിലും അവരുടെ അനുസരണത്തിലും നിർവഹിക്കപ്പെട്ടു. ദൈവം മനുഷ്യനാവുന്നു, സ്വർഗവും ഭൂമിയും കന്യകമറിയാമാവുന്ന ലിങ്കിനാൽ ബന്ധപ്പെടുന്നു. അതുവരെയും അദൃശ്യനായ ദൈവം ദൃശ്യനാകുന്നു. വചനം ജഡം ധരിച്ച് മാംസവും രക്തവുമായി ദൈവപുത്രനായി ലോകത്തിലേക്ക് വന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണ ഭീതിയിൽ ആയിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഹീബ്രു 2:15. അവൻ മനുഷ്യവർഗത്തിന്റെ ബന്ധുവായി തീർന്നു, became one like us through incarnation, for which Mother Mary became the central figure. ആരോപണങ്ങളെ കുറിച്ച് നമുക്കിനി ചിന്തിക്കാം. എനിക്ക് ഒത്തിരി കാര്യങ്ങളെ പറയാനുണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് 4 നമുക്ക് ചിന്തിക്കാം. 1, യേശു ജനിച്ചപ്പോൾ മനുഷ്യനായി ജനിച്ചു, അതിശയങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ദൈവമായി, വീണ്ടും ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ മനുഷ്യനായി. അങ്ങനെ അവൻ സെറോഗേറ്റ്, കന്യാമറിയാം സെറോഗേറ്റ് മദർ ആയിരുന്നു എന്ന് വേണ്ട, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മാതാവായി അവളെ മനുഷ്യന്റെ മാതാവായി കാട്ടാനാണ്, ദൈവമാതാവെന്ന സത്യം നിഷേധിക്കപ്പെടാനാണ് ഈ വക കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നത്. സെയിന്റ് ലൂക്ക് 1:40-45 ഗർഭവതിയായ വിശുദ്ധ കന്യാമറിയാം എലിസബത്തിനെ സന്ദർശിച്ചു. മറിയയുടെ വന്ദനസ്വരം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതിലൂടെ ദൈവമാതാവാണ് വിശുദ്ധ മറിയാമെന്ന് പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കുന്നു. അതിൽ കൂടുതൽ എന്തുവാണ്? സോ മാനുഷിക മനസ്സുകൾ, വാക്കുകൾ എന്തെല്ലാം പറഞ്ഞാലും പരിശുദ്ധാത്മാവ് ഇവിടെ പ്രകീർത്തിക്കുന്നു വിശുദ്ധ കന്യകമറിയാം ദൈവ മാതാവാകുന്നു. 1 ജോൺ 4:1-4 വരെയുള്ള വാക്യങ്ങൾ കാണുക. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്തു. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്ന് ഉള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിലില്ല. അന്നേരം ജഡം, ഇതിനകത്ത് യേശു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കണം. അന്നേരം യേശു ജഡത്തിൽ വരാന് ജഡം കൊടുത്തതാരാണ്? കന്യകമറിയാം. സോ നോ ജീസസ് വിത്തൗട്ട് മദർ മേരി, നോ മദർ മേരി വിത്തൗട്ട് ജീസസ്. സോ ജീസസിനെ ഈ രീതിയിൽ കാണുന്ന ഒരു സത്യസഭയിലെ അംഗങ്ങളായ നമുക്ക് വളരെ സന്തോഷിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. യേശു ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലായിരുന്നു, ദൈവപുത്രനായിരുന്നു. ദൈവത്വവും മനുഷ്യത്വവും ഒരേപോലെ ഒരേ സമയത്ത് സമഞ്ജസമായി അവനിൽ സമ്മേളിച്ചിരുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ കൂടി ദൈവാത്മാവ് മനസ്സിലാക്കി തരുമ്പോൾ മാത്രം മനസ്സിലാവുന്ന ഒന്നാണ്. So if somebody is not understanding this mystery,
ദൈവത്തിന്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കുന്നില്ല. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ദൈവമേ നീ പരിശുദ്ധാത്മാവിന്റെ ആവാസം മൂലം അവരെ ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ രണ്ടാമത്തേത്, യേശുവിന് മറിയാമിൽ ജനിച്ച മറ്റു പുത്രന്മാരുണ്ടായിരുന്നു, അവർ യേശുവിന്റെ സഹോദരന്മാരായിരുന്നു എന്നാണ് മറ്റൊരു അപവാദം. സോ ഷീ വാസ് നോട്ട് ആൻ ഇറ്റേണൽ വെർജിൻ എന്ന് വരുത്താനുള്ള ശ്രമമാണ് ഇതിന്റെ പുറകിൽ. ഈ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്ക് നോക്കാം. യേശു തമ്പുരാൻ തന്നെ തന്റെ ശിഷ്യന്മാരെ ദാസന്മാർ, സ്നേഹിതർ, സഹോദരന്മാർ എന്ന് വിളിക്കുന്നു. എന്റെ സഹോദരന്മാർ എന്ന് വിളിക്കുന്നവർ രണ്ട് വിഭാഗത്തിൽ പെടുന്നു എന്ന് നാം കാണുന്നു. തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനുമായിട്ടും കർത്താവ് തന്നെ വിളിച്ചു ചേർത്തവരാണ് ഈ അപ്പോസ്തലന്മാർ. Risen Jesus is talking to the ladies who went to the tomb. സെയിന്റ് മാത്യു 28:10 നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. അത് യേശു പറയുന്ന റിസൺ ക്രൈസ്റ്റ്. സെക്കൻഡ്, സെയിന്റ് മാർക്ക് 16:78 നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോട് പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ, അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവീൻ എന്ന് പറഞ്ഞു. വെള്ളയങ്കി ധരിച്ച് കലറയിൽ കാണപ്പെട്ട ദൂതൻ സ്ത്രീകളോട് പറയുന്നതാണ്. വാട്ട് ഡിഡ് ഹി സേ? ശിഷ്യന്മാരോട് പത്രോസിനോടും പറയാം. യേശു പറഞ്ഞു സഹോദരന്മാരോട് പറയാം. അടുത്തതില് സെയിന്റ് ജോൺ 20:17-18 യേശു അവളോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറയും എന്ന് പറഞ്ഞു. പറക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് പറഞ്ഞു. അന്നേരം കർത്താവ് പറഞ്ഞ സഹോദരന്മാരോട് പറയാൻ മറിയ ചെന്ന് പറഞ്ഞത് ശിഷ്യന്മാരോട്. സോ ബ്രദേഴ്സ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് തന്റെ ശിഷ്യന്മാരെ കുറിച്ചാവുന്നു എന്നത് ഇവിടെ വളരെ ക്ലിയർ ആണ്. അത് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് മനസ്സിലായി. പിന്നെ എന്റെ സഹോദരന്മാരെന്ന് പറയുന്നവരിൽ രണ്ടാമത്തെ കൂട്ടര് ആരാണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ വിഭാഗത്തിലുള്ളവർ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരും ദൈവവചനം കേട്ട് അതുപോലെ പ്രമാണിക്കുന്നവരുമാകുന്നു നമ്മൾക്ക് കാണാം. സെയിന്റ് മാർക്ക് 3:33-35 ഈ വചനം കാണാം. അവൻ അവരോട് എന്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റുമിരിക്കുന്നവരെ നോക്കി കൊണ്ട് എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. വീണ്ടും സെയിന്റ് ജോൺ 8:21 അവരോട് അവൻ എന്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്നുത്തരം പറഞ്ഞു. അന്നേരം ഈ ദൈവ ഇഷ്ടം ചെയ്തത് ആരാണ്? കന്യാമറിയാം ദൈവ ഇഷ്ടം ചെയ്തില്ല എന്നാണോ കർത്താവ് പറയുന്നത്? അല്ല. സെയിന്റ് ലൂക്ക് 1:38 അതിന് മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ഇതിൽ നിന്നും അമ്മയെ പോലെ ദൈവഹിതത്തെ അനുസരിച്ച് അതിനായിട്ട് വളരെ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ച് ആ ഒരു ദൗത്യം നേരിട്ടെടുത്ത ഒരു വ്യക്തി ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ആ പദവിയിലേക്ക് വരാൻ അവളെ ഒരു എക്സാമ്പിൾ ആയിട്ട് കർത്താവ് നമ്മളെ കാണിച്ചു തരുമായിരുന്നു. പിന്നെ ആദ്യം പറഞ്ഞ അപ്പോസ്തലന്മാര് സഹോദരർ, രണ്ടാമത് കൽപ്പന അനുസരിക്കുന്ന സഹോദരന്മാര്. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ബ്രദേഴ്സ് ആരെയും തന്നെ വിശുദ്ധ മറിയാം കർത്താവിന്റെ തിരുപ്പിറവിക്ക് ശേഷം പ്രസവിച്ചവരല്ല എന്നുള്ള വാസ്തവം തിരുവെഴുത്തിൽ നിന്നും ഇപ്പം നമുക്ക് വ്യക്തമായി മനസ്സിലായി. 3 ഏകോദര സഹോദരന്മാർ, അവരുടെ അഭാവം. സെയിന്റ് ജോൺ 19:26-27 നമ്മൾ ഓൾറെഡി ഇതിന്റെ ഒരു ഭാഗം പറഞ്ഞതാണ്. അന്നേരം ഏകോദര സഹോദരൻ കർത്താവിന് വിശുദ്ധ മറിയാമിൽ ജനിച്ചതായിട്ടുള്ള സ്വന്തം സഹോദരന്മാര് കർത്താവിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. യഹൂദ നിയമപ്രകാരം മുതിർന്ന മകൻ മരിക്കുമ്പോൾ തന്റെ അഭാവത്തിൽ രണ്ടാമത്തെ മകനും അവന്റെ ശേഷം മൂന്നാമനും അങ്ങനെ മൂപ്പനുസരിച്ച്
മക്കൾ മാതാപിതാക്കളെ ടേക്ക് കെയർ ചെയ്യുന്നു. യേശുവിന് ഒരു അനുജൻ വിശുദ്ധ മറിയാമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ടേക്ക് കെയർ ചെയ്യേണ്ട ആളായിരുന്നേനെ. റൈറ്റ്? ഓക്കെ. വീണ്ടും തന്റെ മകന്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ യഹൂദ നിയമപ്രകാരം വേറൊരു പുരുഷനിൽ മക്കളെ ജനിപ്പിക്കുന്ന നിയമവിരുദ്ധമാണ്. തിങ്ക് വെരി സീരിയസ്ലി അബൌട്ട് ദിസ്. അത് കന്യാമറിയാം പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. സെയിന്റ് ലൂക്ക് 1:31-32. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയാമിനോട് പറയുന്ന ഭാഗമാണ്. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. സോ അത്യുന്നതൻ ആര്? സൈന്യങ്ങളുടെ യഹോവ, പിതാവായ ദൈവം. പിന്നെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. സോ പിതാവായ ദൈവം ജീവിക്കുന്നു, പരിശുദ്ധാത്മാവ് ജീവിക്കുന്നു. സോ ക്യാൻ ഷീ ഹാവ് അനദർ റിലേഷൻഷിപ്പ് with someone and have children? No. അതുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു. തങ്ങളുടെ വിവാഹ നിശ്ചയമല്ലാതെ വിവാഹം നടക്കാതിരിക്കെ സെയിന്റ് ലൂക്ക് 2:4 അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കൽപ്പന ലംഘനമാകുമെന്നുള്ളത് നീതിമാനായ ദൈവഭയവും അനുസരണവും ആത്മസംയമനവും മാനസിക പക്വതയും പ്രാപിച്ച വൃദ്ധനായിരുന്ന യൗസേപ്പിനെ നല്ലവണ്ണം അറിയാമായിരുന്നു. അതിനാൽ വിശുദ്ധ കന്യക മറിയാം പ്രസവിച്ചവരായ സഹോദരന്മാർ കർത്താവിന് ഉണ്ടായിരുന്നു എങ്കിൽ അവളുടെ വാർദ്ധക്യകാല സംരക്ഷണ കർത്താവ് പ്രിയ ശിഷ്യനെ ഏൽപ്പിക്കേണ്ടതിൻ്റെയോ വിശുദ്ധ യോഹന്നാൻ ആ നാഴികയിൽ അവളെ തന്റെ വീട്ടിൽ അമ്മയായി സ്വീകരിക്കേണ്ടതിൻ്റെയോ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. ഇത് സുനിശ്ചിതമായ ഒരു കാര്യമാണ്. പിന്നെ 4 സഹോദരന്മാർ ആരെ? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേസ്, ശീമോൻ, യൂദാ എന്നിവർ അല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? മാത്യു 13:55-56. അത് നമ്മൾ വീണ്ടും ഈ റെഫറൻസിലേക്ക് പോകും. സോ നോട്ട് ദാറ്റ്. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദാ, ശീമോൻ എന്നിവരുടെ സഹോദരനായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ? മാർക്ക് 6:3 എന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നു. നസ്രേത്തിൽ വെച്ച സംഘാലയത്തിൽ കർത്താവ് ഉപദേശിക്കവേ അവിടെയുള്ള നോട്ട് സോ കെയർഫുൾ അവിശ്വാസികളായ ആൾക്കാര് ഈ വിധം ചിന്തിച്ചു. അതായത് ഈ 4 സഹോദരന്മാർ മറിയയുടെ മക്കളാണെന്ന്, കർത്താവിന്റെ സഹോദരന്മാരാണെന്ന്, മക്കളാണെന്നും ഒക്കെ വിശ്വസിച്ചു. അതിന് കാരണമുണ്ട്. യേശു യൗസേപ്പിന്റെ മകൻ എന്ന് ജനം വിചാരിക്കാലും, അത് ലൂക്കോസ് 3:23. വിശുദ്ധ യൗസേപ്പും പ്രസ്തുത 4 സഹോദരന്മാരുടെ അപ്പനായ ക്ലയോപ്പ അടുത്ത ചാർച്ചക്കാരനായിരുന്നു യൗസേപ്പിന്റെ. അതുകൊണ്ട് അവർ വിചാരിച്ചു മേ ബി ബ്രദേഴ്സ് ആയിരിക്കും എന്ന് വിചാരിച്ചു. മിസ്രൈമ്യ പ്രവാസത്തിന് ശേഷം തിരുക്കുടുംബം നസ്രേത്തിൽ വന്ന് താമസിച്ചു. പ്രസ്തുത സഹോദരന്മാരുടെ ഭവനത്തിന് സമീപമാകയാലും ഇരു ഭവനക്കാരും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരായിരുന്നതിനാലും പ്രസ്തുത 4 സഹോദരന്മാരുടെ സഹോദരിമാരുടെ അമ്മയുടെ പേര് മറിയ എന്നുമായിരുന്നു. ഈ പറഞ്ഞ 4 കാരണങ്ങൾ കൊണ്ട് നസ്രേത്തുകാർ വിചാരിച്ചു ഇത് പിന്നെ ഇവൻ മറിയയുടെ തച്ചന്റെ മകനല്ലയോ, അവന്റെ അമ്മ മറിയല്ലയോ എന്നൊക്കെ പറയാനായിട്ടുള്ള കാരണമുണ്ടായിരുന്നു. 4 സഹോദരന്മാരുടെ മാതാപിതാക്കൾ ആരായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. യാക്കോബ്, യോസേഫ്, ശീമോൻ, യൂദാ എന്നിവർ ഏകോദര സഹോദരന്മാർ ആയിരുന്നു. അവരുടെ അപ്പൻ ക്ലയോപ്പ എന്നു മറുപേരുള്ള അൽഫായും അമ്മ മറിയ എന്നവളുമായിരുന്നു എന്ന് പുതിയ നിയമ പുസ്തകത്തിലെ വിവിധ രേഖകളിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. നൗ എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ട് there are 11 references. ഞാനത് 100 മൈൽ സ്പീഡിൽ പറഞ്ഞു തരാം. അതിൻ്റെ വേദവാക്യങ്ങൾ നിങ്ങൾ അതിൻ്റെ ബിബ്ലിക്കൽ റെഫറൻസസ് എഴുതിയെടുത്തിട്ട് സൗകര്യം പോലെ സാവകാശം ഇരുന്ന് വായിച്ച് ധ്യാനിക്കുക, ലിസ്റ്റ് ഉണ്ടാക്കുക, and keep it as something like an answer for questions. Okay. 1.
നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അന്നേരം അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരുടെ പേരുകളെല്ലാം പറയുക. തോമസ്, അൽഫായിയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ സഹോദരനായ യൂദ. സ്പെഷ്യൽ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാൻ മാത്രം അത് പറഞ്ഞാണ്. ലൂക്കോസ് 6:13-16. 2. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. ഒന്നാമൻ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, ചുങ്കക്കാരൻ മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, തദായി, ശീമോൻ. സെയിന്റ് മാത്യു 10:2-4 3. ശീമോന് പത്രോസ് എന്ന് പേരിട്ടു. തോമസ്, അൽഫായുടെ മകനായ യാക്കോബ്, തദായി, കനാന്യനായ ശീമോൻ. മർക്കോസ് 3:16-19. 4. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുകളിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ സഹോദരനായ യൂദ. അപ്പോസ്തല പ്രവൃത്തി 1:13-14. 5. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്ന യൂദ. 1:1. 6. ഗലീലയിൽ നിന്നും യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. സെയിന്റ് മാത്യു 27:55-56. സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു. സെയിന്റ് മാർക്ക് 15:40. ഇത് 7. 8. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യോഹന്നാൻ 19:25. 9. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. മത്തായി 28:1. 10. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്നവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. അത് സെയിന്റ് മാർക്ക് 16:1-2. 11. അവർ അവന്റെ വാക്ക് ഓർത്തു കല്ലറ വിട്ട് മടങ്ങിപ്പോയി. 11 പേർ മുതലായ എല്ലാവരെയും ഇത് അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നവർ തന്നെ. സെയിന്റ് ലൂക്ക് 24:8-10 ഈ മേൽ പറഞ്ഞ 11 വേദപുസ്തക റെഫറൻസസ് മാത്യു 13:55-56, മാർക്ക് 6:3 എന്നീ തിരുവെഴുത്തുകളിലെ 4 സഹോദരന്മാരെയും അവരുടെ സഹോദരിമാരെയും വിശുദ്ധ മറിയാം പിൽക്കാലത്ത് പ്രസവിച്ചവര് ആണ് എന്ന് സംശയിക്കുന്നവരുടെ പഠിപ്പിക്കൽ തികച്ചും അടിസ്ഥാനരഹിതവും ജഡീകവുമാകുന്നുവെന്ന് സംശയമെന്നെ നമുക്ക് തെളിയിക്കാം. അവരുടെ അപ്പൻ ക്ലയോപ്പ എന്ന് മറുപേരുള്ള അൽഫായും അമ്മ മറിയയും ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, കർത്താവിന്റെ സഹോദരൻ യാക്കോബ്. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറെ ഒരുവരെയും കണ്ടില്ല. ഗലേഷ്യൻസ് 1:19 എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുന്നു. കർത്താവ് തന്നെ അപ്പോസ്തലന്മാരെ എല്ലാം സഹോദരന്മാരെന്ന് വിളിച്ചിരിക്കുന്ന വേദവാക്യങ്ങൾ നമ്മൾ പലതും കണ്ടു. പിന്നെ ഒരു കാര്യം, കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരേ പേരുള്ള 3 പേഴ്സ് ഉണ്ടായിരുന്നു. 2 ശീമോൻ, 2 യാക്കോബ്, 2 യൂദ. അതിനകത്ത് ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യം യാക്കോബിനെ കുറിച്ച്, അതുകൊണ്ട് അത് മാത്രം ഞാൻ പറയുന്നു. സെബദിപുത്രനായ യാക്കോബിനെ യാക്കോബ് എന്ന് തന്നെ പേർ വിളിച്ചു. മറ്റേ അൽഫായുടെ മകനും യൂദായുടെ സഹോദരനുമായ യാക്കോബിനെ പ്രായക്കുറവിനാൽ ചെറിയ യാക്കോബ് എന്നും അവന്റെ സഹോദരനായ യൂദായെ തദായി എന്നും പറഞ്ഞു. അന്നേരം 2 യാക്കോബുമാർക്കും എന്തുവാ, ഇതിൻ പ്രകാരം 2 യാക്കോബിനും മാതാപിതാക്കന്മാരുണ്ടായിരുന്നു. അതിനാൽ വിശുദ്ധ മറിയാം പ്രസവിച്ച യേശുവിന്റെ ഏകോദര സഹോദരൻ അല്ല എന്ന് കാണുന്നു. പിന്നെ യേശുവിന്റെ സഹോദരന്മാർ എന്നാണ് യൂസ് എല്ലായിടത്തും. യേശുവിന്റെ അമ്മയായ മറിയയുടെയും യോസേപ്പിന്റെയും മക്കൾ എന്ന് ഒരിടത്തും പറയുന്നില്ല. സോ സഹോദരന്മാർ എന്ന ഈ ഒരു പ്രയോഗം ബൈബിളിൽ ഉടനീളം കാണാം. സഹോദരൻ എന്നുള്ളതിന് അഡോൾഫോസ്, പക്ഷേ അതിന് കസിൻ ബ്രദർ എന്നുള്ളതിന്
ഹീബ്രുവിൽ ഒരു വേർഡ് ഉണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം എല്ലായിടത്തും കസിൻ ബ്രദേഴ്സിനെയും ബ്രദേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് വലിയ പ്രോബ്ലം വന്നിരിക്കുന്നത്. അബ്രഹാം തന്റെ സഹോദരന്റെ പുത്രനായ ലോത്തിനെ ജെനസിസ് 13:8 പറയുന്നു, നാം സഹോദരന്മാരല്ലോ ആയിരുന്നോ? അല്ല, സഹോദര പുത്രനാണ്, കസിൻ ബ്രദറാണ്, ബട്ട് ഇറ്റ് ഈസ് കോൾഡ് സഹോദരൻ. പിന്നെ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്ന കാര്യം നോക്കാം. 1 കൊരിന്ത്യർ 15:6. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചു. കർത്താവിന്റെ റിസൺ ക്രൈസ്റ്റിന്റെ 500 സഹോദരന്മാരെ കുറിച്ചാണ് പറയുന്നത്. They were not Mother Mary's children, right? ഓക്കെ. റോമൻ 8:29-30 നോക്കാം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നേരം ആദ്യജാതനായ തന്റെ പുത്രനെ സഹോദരന്മാരായി തീരാനായിട്ട്. അന്നേരം സോ ദാറ്റ് ഈസ് ദ സെയിം തിങ് ഐ ടോൾഡ് ഏർലിയർ. വിശുദ്ധ മാമോദീസായിൽ കൂടെ ക്രിസ്തീയ ഭവനത്തിലേക്ക് വന്നവരെല്ലാം യേശുവിന്റെ സഹോദരങ്ങളാണ്. പിന്നെ എന്റെ സമയം തീർന്നു എന്ന് എനിക്ക് തോന്നുന്നു. 2 കാര്യങ്ങളൂടെ പറയാനുണ്ട്. ഡു ഐ ഹാവ് ടൈം? നമ്മളെ സമയമുണ്ട്. You can take 15 more minutes. Oh my God, thank you so much. കന്യക മറിയാമിന്റെ കന്യാത്വത്തെ സംശയിച്ച 2 പേരുടെ കാര്യം പറയാം. ഒന്ന്, യെശയ്യാ പ്രവാചകന്റെ സ്ക്രൈബായി പ്രവചനങ്ങളൊക്കെ പകർത്തിയ ശിമയോൻ എന്ന ആളിന്റെ ചരിത്രം. we know what happened to him. He doubted the virgin birth. യെശയ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകം 7:14 കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് എഴുതിയിരിക്കുന്നു. ഇത് ശിമയോൻ അങ്ങോട്ട് മനസ്സിലാകില്ല, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ശിമയോൻ അങ്ങ് തിരുത്താനായിട്ട് ശ്രമിച്ചു. അന്നേരം കർത്താവിന്റെ നിയോഗം അവന് കിട്ടി. നിശ്ചിത സമയത്ത് സംഭവിപ്പാനിരിക്കുന്ന ഈ സത്യം നീ അവിശ്വസിക്കയാൽ ഇത് കാണുന്നത് വരെയും നീ മരിക്കയില്ല എന്ന് ഒരു നിയോഗം ഉണ്ടായി. സെയിന്റ് ലൂക്ക് 2:29-81 വരെ വായിക്കുമ്പോൾ നമുക്ക് ആ കാര്യം മുഴുവനും ഇത് കാണാൻ പറ്റും. യേശു കുഞ്ഞിനെ കയ്യിലെടുത്ത് കന്യാമറിയാമും യോസേഫും കൂടെ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ശിമയോൻ കയ്യിലെടുത്തിട്ട് പറയുന്ന കാര്യം. അതുകൊണ്ട് കന്യാത്വത്തെ ഡൗട്ട് ചെയ്ത ശിമയോൻ കൊടുത്ത ശിക്ഷ, അവൻ വളരെ വയോവൃദ്ധനായിട്ട് ഇരിക്കുകയും ആ കന്യാത്വത്തിൽ ജനിച്ച മകനെ കയ്യിലെടുത്ത് ദൈവത്തെ പുകഴ്ത്തത്തക്ക ഒരു അവസരം അവൻ ഒരുക്കി കൊടുത്തു. 2, കല്ലടാവിൽ കർത്താവ് ജനിച്ച അതിമഹത്തായ സമയത്ത് വിശുദ്ധ യൗസേപ്പ് അവിടെ ഇല്ലായിരുന്നു. ആരും തന്നെ ഇല്ലായിരുന്നു, വേറെ മനുഷ്യരായിട്ട്. മാലാഖമാരും ദൈവത്തിന്റെ ആ ശക്തിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. യൗസേപ്പ് പിതാവ് സൂതികർമ്മിണിയെ അന്വേഷിച്ച് പുറത്തിറങ്ങിപ്പോയി. ആൻഡ് ഹി ഹാഡ് ടു ഗോ ഹിദർ തിദർ ആൻഡ് സോ മെനി പീപ്പിൾ ടോൾഡ് ഐ ഗോ ദിസ് വേ, ദർ ഈസ് വൺ. ആൻഡ് അങ്ങനെ പലരെ തിരക്കിയ ഒടുവില് ഒരു സൂതികർമ്മിണിയെ കിട്ടി, ഷോലും. അവളെ ഏതായാലും തേടി പിടിച്ചുകൊണ്ട് കല്ലടാവിൽ വന്നപ്പോഴത്തേക്ക് കന്യാമറിയാം തൻ്റെ പുത്രന് ഓൾറെഡി ജനനം കൊടുത്തു. അവിടെ അവരടുത്ത് വന്നപ്പോഴത്തേക്ക് കല്ലടാവിൽ അത്യുജ്വല പ്രകാശം ബഹിർഗമിക്കുന്നത് കണ്ടു. അവര് ഭയപരവശരായി 2 പേരും യേശു കുഞ്ഞിനെ വന്ന് വണങ്ങി. അന്നേരം മറിയാമിന്റെ പ്രസവം മാനുഷികമോ എന്നുള്ളൊരു സംശയം ഷേലൂമിൽ വന്നു. കാരണം സാധാരണഗതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു അവിടെ. ദൈവികമായ പ്രകാശങ്ങൾ നിറഞ്ഞു. ആൻഡ് ഷീ ഡിഡ്ന്റ് സീ എനിത്തിങ് ദാറ്റ് റിലേറ്റഡ് ടു എ ഹ്യൂമൻ ബർത്ത്. അന്നേരം ഈ സംശയം ജനിച്ചപ്പോൾ സംശയ നിവാരണത്തിനായി ഷോലും വിശുദ്ധ കന്യാമറിയാമിനെ പരിശോധിക്കുവാൻ ഒരുമ്പെട്ടു. പരിശോധിക്കുവാൻ ഉപയോഗിച്ച അവളുടെ കൈ തൽക്ഷണം എരിച്ചിലും നീറ്റലും സഹിക്കാൻ വയ്യാത്ത വേദനയുണ്ടായി. അവൾ അത്യുച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. വിശുദ്ധ മാതാവിന്റെ നിർദ്ദേശപ്രകാരം ശിശുവായ ദൈവത്തിനെ തൊടുവാൻ പറഞ്ഞ് തൊട്ടു. തൽക്ഷണം അവളുടെ അവസ്ഥ സ്ഥിരീകരിക്കപ്പെട്ടു. അവള് പശ്ചാത്താപപൂർവം വിശുദ്ധ കന്യാമറിയാമിനോട് മാപ്പിരക്കുകയും ദൈവപുത്രനെ
മുട്ടുകുത്തി നമസ്കരിച്ച് ജീവപര്യന്തം അവൾ ജീവിച്ചിരുന്ന കാലത്തോളം ആ കുഞ്ഞിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യാമെന്ന് നേർച്ച തന്നു. പിന്നെ അവളെക്കുറിച്ച് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്നതിന് അവൾ ഏർപ്പെട്ടു. എന്നിട്ട് 8ാമത്തെ ദിവസത്തെ പരിശോധന സമയത്ത് ഫോർ സ്കിൻ, അത് യഹൂദന്മാരുടെ നിയമപ്രകാരം, പിന്നെ എന്നാ പറയുന്നത്, സ്വച്ഛ ജഡ മാംസ തൈലം, അത് നർദീൻ തൈലം അതിനകത്തിട്ട് ഒരു വലിയ ഭരണിയിൽ അത് അടച്ച് വെച്ചിരുന്നു. എന്നിട്ട് മകനോട് പറഞ്ഞു, നീ ഇത് കർത്താവിന്റെ ശവസംസ്കാര സമയത്ത് ദേഹത്തൊഴിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞു. ശെലൂമിന്റെ മകന്റെ മകളാണ് പിന്നെ കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ കർത്താവ് ചെല്ലുമ്പോൾ ഈ പരിമള തൈലത്തിന്റെ ഭരണി പൊട്ടിച്ച് കർത്താവിനെ അഭിഷേകം ചെയ്യുന്നത്. അങ്ങനെയൊരു അത് റിയലാണ്. പിന്നെ കർത്താവിനെ, കന്യാമറിയാമിനെ കുറിച്ചുള്ള ഈ എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്ന ദനഹോ എന്ന് പറയുന്ന ഒരു സുറിയാനി എഴുത്തുകാരന്റെ പുസ്തകം മലയാളത്തിൽ 1925 തർജിമ ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ കാര്യങ്ങളെല്ലാം, വേദപുസ്തകത്തിൽ ഇതൊന്നുമില്ല, ഇതെല്ലാം സത്യമാണ്, അതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ കന്യാവ്രതത്തിന് ഭംഗം വരാതിരിക്കാനായിട്ട് പിതാവായ ദൈവം എന്നാ ചെയ്തത്? കന്യാമറിയാമിനോട് അനൗൺസിയേഷന് മുമ്പായിട്ട് അവള് വിവാഹ നിശ്ചയം കഴിച്ചു. സോ ഷീ വുഡ് ബി ഡിഫൈൻഡ്. അതിനായിട്ട് അന്നേരം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ കൊച്ചു പൈതലിനെ തൻ്റെ കന്യാവ്രതത്തിന് ഭംഗം വരാതെ പുറത്തു കൊണ്ടുവരാനായിട്ട് പിതാവായ ദൈവത്തിന് സാധിക്കും. അവനൊന്നും അസാധ്യമല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഉയർത്തെഴുന്നേറ്റ യേശു പറയുന്നു, ഞാൻ ഭൂതത്തിന്റെ കൂട്ടല്ല, എനിക്ക് മാംസവും അസ്ഥിയും ഒക്കെ ഉണ്ട്, വന്ന് കാണുക. അവര് കൊടുത്ത വറുത്ത മീനും തേനും ഒക്കെ കഴിച്ചു. സോ ഹി വാസ് ജസ്റ്റ് എ ഫിഗർ. അന്നേരം കതകുകളെ അടച്ചിരിക്കെ ഈ കർത്താവായ യേശു അവരുടെ നടുക്ക് നിന്നു. കതക് തുറക്കാതെ അകത്ത് കയറി വന്നു. 1 അല്ല 2 പ്രാവശ്യം. How did this happen? Can anybody doubt it? Or you can say that, oh no, that didn't happen. No, it did happen. അതുപോലെ ഈ കൊച്ചു ബേബി ഈ കന്യകയെ അമ്മയായിട്ട് എടുത്ത കർത്താവിന്, പിതാവായ ദൈവത്തിന് അവളുടെ കന്യാവ്രതത്തിന് ഭംഗം വരാതെ ആ കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് ഉണ്ട് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. കാരണം ഇത് തെളിവാണ്. കാരണം കർത്താവ് ഇത്രയും വലിയ ഒരു അഡൽട്ട് മുറിയിൽ വന്നു നിൽക്കുമ്പോൾ, അതായത് ഹി ഹാഡ് മാംസവും അസ്ഥിയും എല്ലാം ഉണ്ടായിരുന്നതാണ്. സോ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് എന്നതാണ്. കാരണം നമ്മുടെ സത്യവിശ്വാസത്തിന്റെ അടിത്തറയാണ് നമ്മുടെ കന്യാമറിയം. അവൾ പരിശുദ്ധയായിരുന്നു, കന്യകയായിരുന്നു. And she is our നമ്മുടെ സത്യസഭയുടെ നടും തൂണാണ്. അവളെ ആരാധിക്കണം, അവളെ ബഹുമാനിക്കണം, നിന്ദിക്കരുത്. കാരണം ദൈവത്തിന്റെ സിംഹാസനം അവൾക്കൊരു സ്ഥാനമുണ്ട്. സോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കന്യാമറിയാമിന്റെ മധ്യസ്ഥത നമുക്കുണ്ട്. ഈ കാര്യങ്ങള് നിങ്ങൾ പഠിക്കണം. ആരെങ്കിലും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്താൽ സ്നേഹത്തോടും സൗമ്യതയോടും അവരെ അത് പറഞ്ഞു മനസ്സിലാക്കണം. കാരണം nobody can go on thinking all these faults are true. ഓക്കെ, അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം, ഈ അവസരം തന്നതിനായിട്ട് എല്ലാവരെയും, ഇതിന്റെ A to C എല്ലാവരെയും നന്ദിയോടെ നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു കൊച്ചമ്മ. താങ്ക് യു സോ. ഞങ്ങൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ലേഡീസ് ആണ് നമ്മുടെ മർത്തോമ സമാജത്തിന് ഉള്ളത്. ഒത്തിരി സംശയങ്ങൾ, ഞാൻ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒത്തിരി സംശയങ്ങൾ ഉണ്ട്. കൊച്ചമ്മ വളരെയധികം ബൈബിൾ വേഴ്സസ് കോറിലേറ്റ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അത് ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച് കൊച്ചമ്മ. താങ്ക് യു. All right. So if you have any questions, I can give you the reference of you didn't catch it. Okay. Yeah, sure. Thank you, Achama. Thank you.